ഹലോ ഫ്രണ്ട്സ്, എന്തുകൊണ്ടാണ് എംബഡഡ് സിസ്റ്റം ജോബ് അല്ലെങ്കിൽ എംബഡഡ് സിസ്റ്റം കരിയർ അതിനകത്ത് കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസിന് ഒരു ഹെഡ് സ്റ്റാർട്ട് ഉള്ളത്? ഒരു വലിയൊരു കാര്യമാണ്. കാരണം ഞങ്ങൾ പലപ്പോഴും ഞാൻ എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇലക്ട്രോണിക്സിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ് ബേസിക്കലി ഉള്ളത്. അപ്പോൾ ഞങ്ങൾ ഇത് പഠിക്കുന്ന കാലത്ത് ഇപ്പോഴും വലിയ മാറ്റമൊന്നും വന്നിട്ടില്ലെന്നാണ് എൻ്റെ വിശ്വാസം. അതായത് അത് ആകെ ഒരു സെമസ്റ്ററിലാണ് ഞങ്ങൾ ഈ സി പ്രോഗ്രാമിംഗ് പഠിക്കുന്നത്. ബാക്കിയുള്ള സമയത്തോടും ഞങ്ങളുടേതായ ഇലക്ട്രോണിക്സ് ഞങ്ങൾ അത് വെച്ചിട്ടുള്ള കുറച്ച് അഭ്യാസങ്ങളാണ്. കപ്പാസിറ്റർ അങ്ങോട്ട് വയ്ക്കുക, ഇങ്ങോട്ട് വയ്ക്കുക, റെസിസ്റ്റർ അങ്ങോട്ട് വയ്ക്കുക, IC ഇതാക്കുക, അത് കത്തിച്ചളയുക, അങ്ങനത്തെ കുറച്ച് തമാശകളൊക്കെ ആയിട്ടായിരുന്നു ഞങ്ങളുടെ ജീവിതം പോയിക്കൊണ്ടിരുന്നത്. അതിനുശേഷം ജോബിലേക്കൊക്കെ വന്നു. അപ്പം എംബഡഡ് സിസ്റ്റം വളരെ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ ആ ഒരു രീതിയിലേക്കൊക്കെ മാറിപ്പോന്നു. അവിടെ നമ്മൾ ഗ്രോ ചെയ്തു. ഒരു ഫേസ് കഴിഞ്ഞപ്പോൾ നമ്മൾ പലപ്പോഴും നമുക്ക് പ്ലേസ്മെൻറ്റ് എടുക്കേണ്ട ആവശ്യം വരും. ഇപ്പോൾ നമ്മുടെ സ്വന്തം കമ്പനിയിലേക്കോ അല്ലെങ്കിൽ മറ്റെവരെങ്കിലും നമ്മളെ ഇൻവൈറ്റ് ചെയ്യും. ചില കമ്പനീസൊക്കെ ടെക് ഇൻ്റർവ്യൂവിൻ്റെ വരുമ്പോൾ നമ്മളെ ഇൻവൈറ്റ് ചെയ്യാറുണ്ട്. ബേസിക്കലി സ്റ്റാർട്ടപ്പ്സ് അല്ലെങ്കിൽ മീഡിയം ലെവൽ കമ്പനീസൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ പ്രതീക്ഷ എന്തായിരിക്കും എന്ന് വെച്ചാൽ, എംബഡഡ് സിസ്റ്റം എന്ന് പറയുമ്പോൾ കുറച്ച് ഇലക്ട്രോണിക്സ് നല്ല നോളജ്, പിന്നെ കുറച്ച് കമ്പ്യൂട്ടർ സയൻസിൻ്റെ നല്ല നോളജ് ഉണ്ടാവും, ഇങ്ങനെയുള്ള കുറേയധികം കുട്ടികളെ കിട്ടും എന്നാണ് നമ്മുടെ വിചാരം. പക്ഷേ നമ്മൾ പലപ്പോഴും കാണാറുള്ള കേസ്, ഇലക്ട്രോണിക്സിൻ്റെ കുട്ടികളുടെ അടുത്ത് നിന്ന് നമ്മൾ സോഫ്റ്റ്വെയർ, കാരണം ഇത് സോഫ്റ്റ്വെയർ അറിഞ്ഞിരിക്കണമല്ലോ, കോഡ് ചെയ്ത് എംബഡഡ് സിസ്റ്റം നമ്മുടെ സിസ്റ്റത്തെ വർക്ക് ചെയ്യിപ്പിക്കണമെങ്കിൽ അവർക്ക് കോഡിങ് അറിഞ്ഞിരിക്കണം. അവരോട് ചോദിക്കുമ്പോൾ അവരുടെ കോഡിങ് സ്കില്ല് വളരെ കുറവാണ് കമ്പാരിറ്റീവ്ലി. എല്ലാവരും നല്ല കേട്ടോ, അതായത് ഇപ്പോൾ 100 കുട്ടികൾ 100 അങ്ങനെയാണെന്നല്ല, പക്ഷേ ഒരു 98% ഓഫ് സ്റ്റുഡൻസിൻ്റെയും കോഡിങ് സ്കിൽസ്, പർട്ടിക്കുലർലി ഈവൻ നോൺ കമ്പ്യൂട്ടർ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന കുട്ടികളുടെ കോഡിങ് സ്കിൽസ് വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് എന്താ കോഡിങ് സ്കിൽസ് വേണം, അത്യാവശ്യമാണ്. കാരണം നമ്മുടെ ഇൻ്റർവ്യൂ നടക്കുന്നത് മുഴുവനും ബേസ്ഡ് ഓൺ കോഡിങ് സ്കിൽസാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കാണാറുള്ളത്, നമ്മൾ ഈ ഇലക്ട്രോണിക് സ്റ്റുഡൻസിൻ്റെയോ അല്ലെങ്കിൽ ആ ബാക്ക്ഗ്രൗണ്ടിലുള്ള സ്റ്റുഡൻസിനോ കൊടുക്കുന്ന അതേ സി പ്രോഗ്രാമിംഗ് ചോദ്യം ഈ കമ്പ്യൂട്ടർ സയൻസ് കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കത് വളരെ നിസ്സാരമായ സാധനമാണ്. അവരതൊരു ലോലിപോപ്പ് പോലെയാണ് കാണുന്നത്. ഇതൊക്കെയാണോ ഞങ്ങളോട് ചോദിക്കുന്നത് എന്നുള്ള രീതിയിലാണ് അവർ കാണാറ്. അവർക്ക് അത്രയും അഡ്വാൻസ്ഡ് നോളജ് ഉണ്ട് സിയിൽ പലർക്കും. അപ്പോൾ നമ്മളെന്താ കാണുന്നത്, നമ്മളവരെ അബ്സോർബ് ചെയ്യും, എന്നിട്ട് അവർക്ക് വേണ്ട കുറച്ച് ഹാർഡ്വെയർ കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കും. അങ്ങനെ അവർ എംബഡഡ് സിസ്റ്റത്തിൽ ഡെവലപ്പ് ചെയ്ത് പോവുകയാണ് സാധാരണഗതിയിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ഞാൻ കണക്ക് കൂട്ടുന്നത്, ഈ ചോദ്യം വരുമ്പോൾ ഞാൻ കണക്ക് കൂട്ടുന്നതും ഞാൻ മനസ്സിലാക്കുന്നതും അത് അവർക്കൊരു ഹെഡ് സ്റ്റാർട്ട് തന്നെയാണ്. കാരണം എന്താ, അവർ ഓൾറെഡി ഒരു ഓഫ്സെറ്റിലാണ് നിൽക്കുന്നത്. അവർക്ക് കുറച്ചധികം കാര്യങ്ങൾ അറിയാം. സി പ്രോഗ്രാമിംഗ് എന്താണ്, സി പ്രോഗ്രാമിംഗ് എൻ്റെ എന്താ പറയുന്നത് വിശാലത, ഡേറ്റാ സ്ട്രക്ചേഴ്സ്, അൽഗോരിതംസ്, ഇതെല്ലാം അവർക്കറിയാം നന്നായിട്ട്. അപ്പം ഇനി അവർക്കറിയേണ്ടത് എന്താ, കുറച്ച് ഇതെങ്ങനെ ഹാർഡ്വെയർ ലെവലിലേക്ക് ഒന്ന് എത്തിക്കണം. അതായത് ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിന് പകരമായിട്ട് ഒരു ഫേംവെയർ ഡെവലപ്മെൻറ്റിലേക്ക്, അതായത് ഒരു മൈക്രോ കൺട്രോളറിൽ അതിനെ എഴുതിച്ച് മൈക്രോ കൺട്രോളറിൻ്റെ ആർക്കിടെക്ചറും മനസ്സിലാക്കി അതുപയോഗിച്ച് നമ്മുടെ സി പ്രോഗ്രാമിംഗ് സ്കില്ല് ഉപയോഗിച്ച് ആ മൈക്രോ കൺട്രോളർ യൂസ് ചെയ്തിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ഒരു സിസ്റ്റത്തെ എങ്ങനെ കൺട്രോൾ ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ആവശ്യമായുള്ള ബിഹേവിയർ അതിലേക്ക് കൊണ്ടുവരാം എന്നുള്ള ഒരു നോളജും കൂടി അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവർ ഓൾറെഡി വളരെ മുന്നോട്ട് പോകാനായിട്ട് കേപ്പബിളായ ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പറയുന്നത്, കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസ് എപ്പോഴും എംബഡഡ് സിസ്റ്റം പഠിക്കാൻ വരുന്ന കുട്ടികളിൽ ഇഫ് യു ആർ എ കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻറ്റ്, നിങ്ങളൊരു ഹെഡ് സ്റ്റാർട്ടിലാണ് ഓൾറെഡി കമ്പയർഡ് ടു അതർ ഗൈസ്. അപ്പം അത് നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നിങ്ങളുടെ ആ സ്കില്ലിൻ്റെ ഒപ്പം ഈ ഒരു പുതിയ സ്കില്ല്, എംബഡഡ് സിസ്റ്റത്തിൻ്റെ ഒരു പുതിയ സ്കില്ല് കൂടി നിങ്ങൾ, അതായത് എൻ്റെ ഹാർഡ്വെയർ എങ്ങനെ കൺട്രോൾ ചെയ്യണം, അതിനനുസരിച്ച് നമ്മുടെ കോഡിങ് എങ്ങനെ ചെറുതായിട്ട് മാറ്റണം, എന്തൊക്കെ പെക്യുലാരിറ്റീസാണ് നമ്മളതിനകത്ത് ചെയ്യേണ്ടത്, ചെറിയ മാറ്റങ്ങൾ, എംബഡഡ് സിയും മറ്റേ സിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, എങ്ങനെ ഒരു മിശ്ര സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ട് കോഡ് ചെയ്യണം നമുക്കൊരു പർട്ടിക്കുലർ എംബഡഡ് സിസ്റ്റം ബേസ് സാധനങ്ങൾ വരുമ്പോൾ, തുടങ്ങിയ സംവിധാനങ്ങൾ കൊണ്ട് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ചാൻസ് എംബഡഡ് സിസ്റ്റം സോഫ്റ്റ്വെയർ ഡെവലപ്പർ ജോബിലേക്ക് ഏറ്റവും ഹൈ ചാൻസ് ഉള്ള ഗ്രൂപ്പാണ് കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും നിങ്ങൾക്കൊരു ഹെഡ് സ്റ്റാർട്ട് ഉണ്ട് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ പെട്ടെന്ന് തന്നെ ഗ്രോത്തും അച്ചീവബിളാണ്. കാരണം നിങ്ങൾ ഓൾറെഡി ഉള്ളതുകൊണ്ട്, ഹെഡ് സ്റ്റാർട്ട് ഉള്ളതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഗ്രോ ചെയ്യാനും സാധിക്കും. ഓക്കെ.